വസുതയെ മനസ്സിൽ കൊണ്ടുവരുന്ന അയാളെയാണ് നിന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നീ സ്വപ്നം കണ്ട് നടത്താനല്ലേ? ഹാ, അതൊക്കെ വിശ്വസിച്ച് നടന്ന നീ ഒരു പൊട്ടി. അയാൾക്കിപ്പോ കുഞ്ഞിനെ നോക്കാൻ ആളായി, നീ പുറത്തും. എനിക്കിപ്പോ അയാളെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്റെ ജീവിതം സേഫ് ആക്കണമെന്ന് എനിക്കുള്ളൂ. പക്ഷേ അവൾ അവിടെ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വസുത ഇപ്പോ ഗിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ. അയാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ഒരു അമ്മയുടെ വാത്സല്യം നൽകി നോക്കുന്ന ആള്. വെറുതെ അവിടെ ചൊറിഞ്ഞ് അയാളുടെ ഇഷ്ടക്കേട് സമ്പാദിക്കരുത്. കാരണം അയാളുടെ വീട്ടിൽ നീ തുടർന്നാൽ മാത്രമേ നമ്മുടെ പ്ലാനിങ് എല്ലാം നടക്കുള്ളൂ. ജാനകി എന്നാ ഭക്ഷണം റെഡിയായിക്കോളൂ. ഞാൻ അല്പനേരം ഒന്ന് കിടക്കട്ടെ. ഒന്ന് നിന്നേ. അല്ല, ഞാൻ ഭക്ഷണം തയ്യാറാക്കാനും നിങ്ങൾ കഴിക്കാനോ? വിശക്കുന്നവര് സ്വയം ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഞാനിവിടുത്തെ പണിക്കാരിയൊന്നുമല്ല. ഇനി എന്റെ മകന്റെ ചെലവിൽ ഇവിടെ ഒരു ജോലിക്കാരിയെ കൂടെ വെക്കണോ? ജാനകിയമ്മേ, അവൻ ഇപ്പൊ തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ ചെലവ് അവൻ നോക്കുന്നുണ്ട്. വെറുതെ അവന്റെ ചെലവിൽ ഉണ്ടും ഉറങ്ങും നടക്കുമല്ലേ? ഇവിടെ ഒന്നും ചെയ്യാതെ നിന്നാൽ തന്നെ രോഗം വരും. നിങ്ങളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ആവട്ടെ. ഒരാളുടെ റൂമിലേക്ക് വരുമ്പോ ഒരു മാനേഴ്സ് വേണ്ടേ? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചാലോ? ഒരാളുടെ റൂമിൽ കയറി നീ കാണിച്ചത് മാനേഴ്സ് ആണോ? ഇത് എന്റെ റൂം തന്നെയാ. നാളെ ഞാൻ ഗിരിയേട്ടന്റെ ഭാര്യ ആവാനുള്ളതാ. അന്നേരം പോരെ ഈ സ്വാതന്ത്ര്യം കാണിക്കല്? ഇതേ എന്റെ വീടാ. ഇവിടെ എന്തെപ്പ കാണിക്കണമെന്ന് എന്റെ ഇഷ്ടവാ. അത് ചോദ്യം ചെയ്ത് നീ ആരാടി? ഒരു കണക്കിന് ജാനകിയമ്മ പറഞ്ഞതുപോലെ ഇവിടെ വലിഞ്ഞു കയറി വന്നതുപോലെ തന്നെയാ. അങ്ങനെ കയറി വന്ന ഒരാൾക്ക് ഇവിടെ ജോലിക്കാരുടെ വിലയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ സമാധാനിക്കാം. ഈ തിരിച്ചടികൾ ജാനകിയമ്മ പ്രതീക്ഷിച്ചതോ? ഗിരിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നതാര്? കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളും കാണാമറയത്തുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായി വസുധ. കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.